ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. വേൾഡിലാണ് ഗൈസ്, വേൾഡിലെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസാണ് ഗൈസ്. ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആരെ കണ്ടുകണാ? കാടില്ലാത്ത ഫോറസ്റ്റ് ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാണെങ്കിൽ എച്ചാതി സ്ഥലം എന്ന് പറയുമോ, ഏകദേശം 500 അടി താഴ്ചയാണ് അടിയിലോട്ടുള്ളത് ഗൈസ്. ഹലോ അമിഗോസ്, കൊമേസ്താൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കാസയിലാണ്. കാസയിൽ 2 ദിവസം നമ്മൾ സ്റ്റേ അടിക്കുകയാണെന്ന്. ഇന്നലെ ഇന്നും നിൽക്കും. നാളെ നമ്മൾ അടുത്ത നടത്തം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സംഭവം എന്താ വെച്ചാൽ കാസയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ള ബ്രിഡ്ജ് ഇവിടെയാണ്, കാസയിലാണ്. അതുപോലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉള്ളത്. 2 കത്തൊക്കെ അയക്കാണ്ട് പെരീക്കൊക്കെ. പിന്നെ ഏറ്റവും ഹയസ്റ്റ് കഫേ ഇവിടെയാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അത് കറക്റ്റാണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ബൈക്ക് റെൻറ്റിനെടുക്കാൻ വന്നതാണ്. ബൈക്കല്ല, സ്കൂട്ടർ റെൻറ്റിനെടുക്കാൻ ഗൈസ്. റെൻറ്റിനെടുത്തിട്ട് ഇവിടെ കറങ്ങാൻ സ്കൂട്ടറായിട്ട് കറങ്ങാൻ നടക്കണം. ബിക്കോസ് ഇത് ഓരോ സാധനം ഓരോ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ അപ്പുറമൊക്കെയാണുള്ളത്. അപ്പോൾ നടന്ന് കാണാമെന്ന് വെച്ചാൽ അത് നടക്കണ കേസല്ല, കുറേ ദിവസം ടൈം പോകും. അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂട്ടറായിട്ട് കറങ്ങിയതിൻ്റെ ശേഷം ഇവിടെ നിർത്തിയതിൻ്റെ സ്കൂട്ടറായിട്ട് കറങ്ങിയതിൻ്റെ ശേഷം നാളെ വീണ്ടും നമ്മളെ നടത്തം സ്റ്റാർട്ട് ചെയ്യും. യെസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ബൈക്ക്, നമ്മൾ റെൻ്റ് എടുത്ത ബൈക്ക്. ഇന്ന് ഫുൾ ബൈക്കിലായിരിക്കും കറക്കം ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം എണ്ണ അടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഇവിടെ റേറ്റ് നോക്കി ഗൈസ് 103 ഉള്ളൂ. നമ്മുടെ നാട്ടിലെത്ര 116 എന്തോ ആണ്. ഇവിടെ 103 ഉള്ളൂ. ഡീസലിന് 95. നടുവിലുണ്ട് വേസ്റ്റ് ചാലും ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതെല്ലായിടത്തും ചിലയിടത്ത് പൊട്ടിക്കണം ഗൈസ്. അതുകൊണ്ട് ഇടങ്ങാറ് ഓട്ടാൻ. ഗൈസ് നമ്മൾ പോകുന്ന വഴി നോക്കൂ, ഏതാല്ലേ വഴി. കൃഷി എന്താണ് തോന്നുന്നു, കൃഷി എന്നറിയില്ല, കൃഷിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഒരു മൊണാസ്ട്രി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. സ്ഥലം നോക്കിയാണെങ്കിൽ എൻ്റെ മോനെ നല്ല എന്താ പറയുക, ഒഴിഞ്ഞെടുക്കുന്നൊരു പ്രദേശം. വലിയ വലിയ മലകൾ. ഈ മലകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയോ ഒരു വഴി പോലെ ഇങ്ങനെ. എന്താ പറയുക, ഇന്ത്യൻ്റെ മാപ്പ്, വേൾഡ് ഗ്ലോബ് എടുത്താൽ ഇങ്ങനെ ഗ്ലോബ് കൂടെ ഉണ്ടല്ലോ വഴികൾ, അതേപോലത്തെ ഒരു വഴികൾ പോലെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഗൈസ് നമ്മളിതാ കിബർ എന്ന എത്തിയിരിക്കുകയാണ്. കിബർ അങ്ങനെ എന്തോ ആണ് സംതിങ് നെയിം. അപ്പോൾ അവിടുന്ന് ഇവിടെയാണ് ഒരു മൊണാസ്ട്രി ഉള്ളത്, മൊണാസ്ട്രി എന്ന് പറയും. അത് കാണാൻ പോകണ കേസ്. നമ്മൾ പോണ വഴിക്കാണെങ്കിൽ അതിലും കാഴ്ച കണ്ടത്. അപ്പോൾ ഇവിടെ നിർത്തിയതാണ്. മഴത്തുള്ളി ഇങ്ങനെ പാറ്റുന്നുണ്ട്, മിക്കവാറും മഴ പെയ്യും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ മലമലയ്ക്ക് ശരിക്കും നല്ലോണം ഐസ് നിൽക്കേണ്ട സമയമാണ്. ആൻഡ് ചൂട് കാരണം ഉരുകിപ്പോയതാണ്. ആ മറ്റേ മലമലുണ്ട്, അതിനപ്പുറത്തെ മലമലുണ്ട്. ഇവിടെ ഐസ് നിൽക്കേണ്ട സമയമാണ്. ചൂട് കാരണം ഉരുകിപ്പോയി. ഇതാ ഇതിൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് ഐസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഉരുകിപ്പോയി ചൂട് കാരണം. അങ്ങനെ നമ്മൾ കീ മൊണാസ്ട്രിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓപ്പൺ ടൈം 7 AM, ക്ലോസ് ടൈം 7 PM. ഓക്കെ, A to A ആണ്. ഇതാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഇതാണ് ഹിസ്റ്ററി ഓഫ് കീ മൊണാസ്ട്രി. വേണ്ടവർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാം. യെസ് ഗൈസ്, ഇവിടെ ഒരു കവാടമുണ്ട്. കവാടത്തിൽ എന്താ എഴുതി കണ്ടെന്ന് അറിയില്ല. മൊണാസ്ട്രിക്കുള്ള കവാടമായിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് 13,000 ഫീറ്റ് ഉയരത്തിലാണ്. അത് കയറി വന്നപ്പോൾ തന്നെ കിതക്കുന്നുണ്ട്, ശ്വാസം കിട്ടാത്തതിൻ്റെ കാരണം. ഇനി നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും ടോപ്പ് പോകുന്നത് 17,000 ഫീറ്റ് ഉയരത്തിലാണ് ഏറ്റവും ടോപ്പ്. അതിനും ടോപ്പ് ഒന്നിലെങ്കിലും ഉണ്ട്, പക്ഷെ അവിടേക്ക് നമ്മളെത്തൂല. 17,000 ഫീറ്റിലേക്കാണ് നമ്മൾ ഏറ്റവും ടോപ്പ് പോവുക.
അത് ബാഗും ഇട്ട് ഹൈപാസ് കയറി എങ്ങനെ പോകാമെന്നൊരു ഐഡിയ ഇല്ല. ഇത് ബാഗൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോകുമ്പോൾ കിതക്കുണ്ട്. അപ്പം ഇനി എന്താ അവസ്ഥ എന്നാവോ. മൊണാസ്ട്രിക്കുള്ള വഴിയാണിത്. കാണണം കയറി വെക്കാം. മൊണാസ്ട്രി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് കയറുമ്പോൾ തന്നെ ഇവിടെ പ്രയർ വീൽ 10 clockwise അതങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വരുന്നവർക്ക് കറക്കാനുള്ളതാണ് ഗൈസ്. ഇതാണ് മൊണാസ്ട്രി. മൊണാസ്ട്രിൻ്റെ ഉള്ളൊന്നും എടുക്കാൻ പാടില്ല, അവിടെ എടുക്കണില്ല ഗൈസ്. ഇതാണ് മൊണാസ്ട്രിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ. എൻ്റെ മോനെ വിഷയം നല്ല പരന്ന് കിടക്കുന്ന ഒഴിഞ്ഞ പ്രദേശം. ഇവിടെയൊക്കെ കൃഷികളാണ് തോന്നുന്നു, ഈ പച്ച കാണുന്നിടത്തേക്ക്. എന്ത് കൃഷിയാണെന്നറിയില്ല. ഓക്കെ ആൻഡ് ഗൈസ് പിന്നെ പറയണ്ടല്ലോ, ഫുൾ മലയല്ലേ. ഏതാ മോനെ വിഷ്വൽസ്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ്, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ വീഡിയോ ഒന്നും അലൗഡ് അല്ല, ഫുൾ CCTV വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മൊണാസ്ട്രി നോക്കാൻ വന്നപ്പോൾ കാണാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ കുറച്ച് ആൾക്കാർ പരിചയപ്പെട്ടു. പക്ഷേ വെസ്റ്റ് ബംഗാൾ സോറി വെസ്റ്റ് ബംഗാളിലുള്ള കുറച്ച് ആൾക്കാർ പരിചയപ്പെട്ടു. പക്ഷേ മൂപ്പര് 15 വർഷമായിട്ട് കേരളത്തിലുള്ളതാണ്, അതുകൊണ്ട് മലയാളം പക്ക അറിയാം. എൻ്റെ പേര് പ്രകാശ് ദാസ് ആണ്. നമ്മളൊരു കൂട്ടുകാരൻ. അതെ മലയാളം പക്ക അറിയാം. ഇവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സാണ് അല്ലേ? ഓക്കെ. Cheetkull to Kaza almost 300 kilometers. Yeah. Salute. Came by walk. സംഭവിക്കണം കേട്ടോ, നിങ്ങൾ സംഭവിക്കണം. നമ്മളൊക്കെ ഇവിടെ ഗരമ്പോ ഒരു ഇതുപോലത്തെ. ഗൈസ് നമ്മൾ മൊണാസ്ട്രി കണ്ടിറങ്ങി. മൊണാസ്ട്രിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് കാണാൻ. എന്താ പറയുക, ഫുൾ പഴയ എന്താ പറയുക, ചുമരും ബിൽഡിങ്ങും എല്ലതും പഴയ സംഭവങ്ങൾ. അത് കാണാനും ഭയങ്കര രസമാണ്. അവരെ പ്രതിമകൾ ഇങ്ങനെ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കൊളുത്തി വെച്ചിരിക്കണ. പിന്നെ വേറൊരാളവിടെ എന്തോ അവരുടെ എന്താ പറയുക മന്ത്രം അങ്ങനെ എന്തൊക്കെ ചൊല്ലുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡ്രമ്മുണ്ട്, അതിങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ പറയും. ആൻഡ് കുറേ ആൾക്കാർ പൈസ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര രസം. ഇവർ തോന്നുന്നു ഇവർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുക ഒന്നും എല്ലാതും ക്ലോക്ക് വൈസിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട് തോന്നുന്നു. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു സംഭവം കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി ഇങ്ങനെ കാണണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി കാണുന്നത് പാടില്ല, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതേപോലെ പ്രയർ വീൽ കറക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കാൻ പാടില്ല. ഞാനറിയാതെ കറക്കി ഒരു ദിവസം. അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞാൽ അങ്ങനെ കറക്കാൻ പാടില്ല കാരണം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അവർക്ക്, എല്ലാതും ക്ലോക്ക് വൈസ് തന്നെ വേണമെന്ന്. ഓരോ റൂം സന്ദർശിച്ചപ്പോഴും ആരോമാർക്ക് ഇങ്ങനെ എഴുതിക്കണം, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ട് ആരോമാർക്ക് ഇങ്ങനെ എഴുതിക്കണം. അപ്പോൾ ആ വഴി കൂടെ അങ്ങനെ വരണം, ഇതിൽ കൂടെ എങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം അവർക്കുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അവരുടേതായിട്ടുള്ളൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നമ്മളിനി ഇവിടുന്ന് പോവുകയാണെങ്കിൽ അതാ പോകുന്നു സന്യാസിമാർ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലം വേറെ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അതാണ് നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുത്തത്. ബൈക്കല്ല സോറി സ്കൂട്ടർ. ഓക്കെ ബൈ. ഗൈസ് നമ്മളാ വണ്ടി കയറുന്നില്ല, ഞാൻ ഇറങ്ങി. ആൻഡ് നമ്മളിപ്പോൾ എത്തിക്കേണ്ടത് കിബ്ബർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലായിട്ടാണ് ഗൈസ്. ഇവിടെ സ്നോലിപ്പാടൊക്കെ ഉണ്ട്. സ്നോലിപ്പാട് ഐബക്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സ്നോലിപ്പാട് പറഞ്ഞാൽ പുലി പോലത്തെ സാധനം തന്നെ, പുലിൻ്റെ മഞ്ഞിൽ ജീവിക്കുന്ന പുലി, അതാണ് സ്നോലിപ്പാട്. പിന്നെ ഐബക്സ് ഒരു ആടാണ് ഇവിടെ ജീവിക്കുന്ന ഒരാട്. പിന്നെയും വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 13,000 ഫീറ്റ് 13,900 ഫീറ്റ് ഉയരത്തിലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉയരത്തിൽ ആയിട്ടുണ്ടാവും. എൻ്റെ മോനെ ഇപ്പോൾ തന്നെ കിതക്കണ്, നല്ലോണം കിതക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നല്ല കിതക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് 17,000 ഫീറ്റാണ്. കർത്തുങ്ല പാസ്സാണോ സോജില പാസ്സാണോ അറിയില്ല, അത് പാസ് നമുക്ക് കയറാണ്ട്. അത് 10 കിലോ ബാഗും വെച്ചിട്ട് എങ്ങനെ കയറും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
കയറാൻ കുഴപ്പമൊന്നുമില്ല. വ്ളോഗ് എടുക്കാനൊന്നും കയ്യിലുണ്ടാവില്ല, സംസാരിക്കാൻ കയ്യിലുണ്ടാവില്ല. വേണ്ട, ഇവരൊക്കെ സമ്മതിക്കണല്ലേ ഇത്രയും ഉയരത്തിലിങ്ങനെ ജീവിക്കണം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമൊക്കെ വരുന്നത്. അങ്ങനെ ഭയങ്കര ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാത്ത ടീമുകളാണ് ഈ ബുദ്ധമതമുള്ളവർ. അവരുടെ തീം തന്നെ പറയേണ്ടതാണ്, ആഗ്രഹങ്ങളെ നമുക്ക് ദുഃഖം വരാൻ കാരണം നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും ആഗ്രഹിക്കരുത് എന്നാണ് അവരുടെ ഒരു തീം തന്നെ. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഭയങ്കര ആർഭാടമായിട്ടുള്ള ജീവിതം വേണം. നമ്മൾ വിചാരിച്ചില്ലല്ലോ ബില്യണയർ ലക്ഷറി ലൈഫ്, റോൾസ് റോയ്സ് ഇങ്ങനെയൊക്കെ വിചാരിക്കുമല്ലോ. ഇവർക്ക് ആ ചിന്ത ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് അറിയേണ്ടത് ഇതാ, ഇങ്ങനെ ഒരു ചെറിയൊരു വരാം ഓല് എന്താ പറയുക, കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുക, പിന്നെ കുറച്ച് പശു, ആട്, പോത്ത് ഇവരൊക്കെ മേച്ച് നടക്കുക, അവരെ ദൈവത്തോടായിട്ട് അടുത്ത് ഇടവേക്ക് ജീവിക്കുക. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇവരുടെ ഒരു ചിന്താഗതി തരണത്. അല്ലാതെ കൂടുതൽ ഒരു ചിന്താഗതി ഒന്നും ഇവർക്കുണ്ടാവില്ല. പിന്നെ ഇതുപോലെ നല്ല സ്ഥലങ്ങളിങ്ങനെ കണ്ട് നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നടക്കുക. ഭയങ്കര രസമുള്ളൊരു ജീവിതക്കാരല്ലേ. ഇനി നമ്മളിങ്ങനെ പുറമെ കാണേണ്ടത് പറയാന്നുള്ളൂ, അവർക്കേ അറിയുള്ളൂ അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ഗൈസ്, ഈ സ്ഥലമൊക്കെ നോക്കിയാണെങ്കിൽ എത്രങ്ങാനും ഉയരത്തിലാണ് നിൽക്കണ വില്ലേജ്. എനിക്ക് തോന്നുന്നു ഇതാണ് കിബ്ബർ വില്ലേജ്. നമ്മൾ മൊണാസ്ട്രി കണ്ടത് കീ വില്ലേജാണ്, ഇതാണ് കിബ്ബർ വില്ലേജ് എന്ന് തോന്നുന്നത്. യെസ്, ആൻഡ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി. അതിൻ്റെ മലക്ക് നടുവിലുള്ള ചെറിയൊരു ഗ്രാമം. ഇവിടുത്തെ പ്രയർ വീൽസും കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും, ബുദ്ധമതമുള്ള എല്ലായിടത്തും സംഭവം ഉണ്ടാവും. നമുക്ക് അടിക്കൊക്കെ ഒന്ന് ഇറങ്ങി വെക്കാം. നല്ല രസമുണ്ട്, നല്ല നീല പൂക്കൾ, അതിൻ്റെ അടിയിൽ മഞ്ഞപ്പൂക്കൾ. ഇവിടെ വരെ എന്തൊക്കെയോ പണി ചെയ്യാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ വീട് കാണാൻ ഭയങ്കര രസമാണ്. അവിടെ കണ്ട നല്ല വെള്ള വീട്, മഞ്ഞ വീട്, സ്വർണ്ണ കളറുള്ള വീട്, അങ്ങനത്തെ കുറേ വീടുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള വീടുകൾ. നമുക്കിങ്ങനെ പുറമേ കാണുമ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഒരാൾക്ക് അതവിടെ കൃഷിയിൽ തോട്ടത്തിൽ എന്താ പണിയെടുക്കണം, ഇവിടെ എന്താ തോരണം എന്തോ കെട്ടാണ്, ഇത് ഇവരുടെ ഫ്ലാഗ് വെച്ചിട്ട് എന്തോ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ഇവർക്ക് അറിഞ്ഞത് ഇവരെ ബുദ്ധമതത്തിലുള്ള മെയിൻ ഒരു കാര്യമാണ് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ കൂടുതൽ നമ്മൾ സംഭവം സത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതോറും നമുക്ക് കിട്ടാൻ ഭയങ്കര സങ്കടം വരും. അപ്പോൾ ആഗ്രഹിക്കാനല്ല പ്രശ്നം തീർന്നല്ലോ. അതാണ് ഇവരെ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക, അപ്പോൾ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാണ് ഇവരെ ബുദ്ധമതത്തിലുള്ളത്. സംഭവം ശരിയാണ്. കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കിട്ടാഞ്ഞാലിപ്പോൾ ഭയങ്കര സങ്കടമാവും. ഉദാഹരണത്തിന് നമുക്ക് തന്നെ ഇപ്പോൾ ലൈഫിൽ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അവിടെ പോയി സെറ്റിലാവണം, ഇങ്ങനെ ഒരു ജോബ് വേണം, ഇങ്ങനെ ഒരു കാറ് വേണം, അങ്ങനെയൊക്കെ നമുക്ക് പല ആഗ്രഹം ഉണ്ടാവില്ല. ബാങ്ക് ബാലൻസ് ഇത്ര വേണം, അങ്ങനെ പല ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലോ. സത്യം പറയാം, ഈ ബുദ്ധമതക്കാർ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് ഒരു ലളിത ജീവിതം, സന്തോഷമുള്ള ജീവിതം, ഒരു കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രാമത്തിൽ, അത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൽ ഇങ്ങനെ എന്താ പറയുക, കൃഷിപ്പണിയായിട്ടും പിന്നെ ആടുകളൊക്കെ മേച്ചടക്കുന്ന ആൾക്കാരായിട്ടും ഇങ്ങനെ ജീവിക്കുന്നു. അവർക്ക് തിന്നാനുള്ള ഭക്ഷണം ഇവിടെ തന്നെ കിട്ടും. അതേപോലെ അന്നന്ന് ജീവിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്നു. അതാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുന്നത്. എല്ലാവരും ഒന്നും എനിക്കറിയില്ല, പക്ഷേ ബുദ്ധമതത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, അത്രയും വിശ്വസിക്കുന്ന ആൾക്കാരെ ജീവിതം ഇങ്ങനെ ആയിരിക്കും. ഭയങ്കര രസമുള്ള ജീവിതം അല്ലേ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഇനി നമ്മൾ പോകാൻ വന്നത് ആ കാണുന്ന വില്ലേജിലോട്ടാണ്. നമ്മൾ വന്നത് ഇവിടെ നിന്നാണ് തോന്നുന്നു, ഈ വില്ലേജ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു ഗൈസ്. ഈ കാണുന്ന ഏരിയ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റാണ്. ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആരെയും കണ്ടുകണാ?
കാടില്ലാത്ത ഫോറസ്റ്റ്, മരങ്ങളില്ലാത്ത ഫോറസ്റ്റ് കണ്ട. പക്ഷേ ഇവിടെ സ്നോലിപ്പാട്, ഹിമാലയൻ ഐബെക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതാ സ്നോലിപ്പാട് പുലിയാണ് സംഭവം, പക്ഷെ മഞ്ഞിൽ ജീവിക്കുന്നത്. റെഡ് ഫോക്സ്, ഇതെന്താ ആർഗാലിയോ, ഹിമാലയൻ ഐബെക്സ്, ബ്ലൂ ഷീപ്പ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ ഒന്നിനും കണ്ടിട്ടില്ല. അവിടെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഇടങ്ങാറാണ്. ഇത്രയും വലിയൊരു ഏരിയ ആണ്. ഇതൊക്കെ കുറച്ച് ഇവിടെ ഉണ്ടാവുള്ളൂ. എൻ്റെ മോനെ വിഷയം. ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണല്ലോ എന്നുള്ള ഡയലോഗ് കൂടെ അടിക്കാൻ പറ്റില്ല. കാരണം ഈ ഫോറസ്റ്റിൽ കാടില്ല. ചിലപ്പോൾ ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും ഈ റെഡ് ഫോക്സ് ഒക്കെ. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, എല്ലാം ഒരേ കളറല്ലേ, നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ചിംചിം ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് എന്താ പറയുക മോട്ടോറബിൾ ബ്രിഡ്ജാണ്. ഹയ്യസ്റ്റ് പറഞ്ഞാൽ ഇതിനെക്കാട്ടി ഉയരത്തിൽ വേറെ ഉണ്ട്, പക്ഷേ ഹയ്യസ്റ്റ് എന്താ പറയുക മോട്ടോറബിൾ ബ്രിഡ്ജിൽ ഒരു ബ്രിഡ്ജാണ് ഇത് ഗൈസ്. ചുറ്റും എന്താ പറയുക ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം 15 വർഷം എടുത്തിട്ടാണ് ഈ പാലം പൂർത്തിയാക്കിയത്. സംഭവം എന്ന് വെച്ചാൽ ആ കാണുന്ന കിബ്ബർ ബ്രിഡ്ജും ആ കാണുന്ന കിബ്ബർ വില്ലേജും ഈ കാണുന്ന ചിംചിം വില്ലേജ് കൂടി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. പണ്ട് ഇങ്ങനെ ബ്രിഡ്ജില്ല. അപ്പോൾ ആൾക്കാർ എന്താ പറയുക കയർ ഉപയോഗിച്ചിട്ടായിരുന്നു വന്നിരുന്നത്, ട്രോളി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. ചാച്ചിപ്പിട്ടിൻ്റെ അറിവാണ് ഗൈസ്. പക്ഷെ ഞാൻ കേട്ടത് ഹയ്യസ്റ്റ് മോട്ടോറബിൾ ബ്രിഡ്ജ് ഇതാണ് എന്നാണ്. പക്ഷേ ചാച്ചിപ്പിട്ടി വെച്ചപ്പോൾ അല്ല എന്നാണ് പറയുന്നത്. ചൈനയിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഏഷ്യയിലെ ഹയ്യസ്റ്റ് മോട്ടോറബിൾ ബ്രിഡ്ജിൽ ഒന്നാണ് ഈ ചിംചിം ബ്രിഡ്ജ് ഗൈസ്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ടാർ ചെയ്തിക്കണം. അതിപ്പോൾ എങ്ങനെ സംഭവം മനസ്സിലായില്ല. സംഭവം ഇത് ടാർ ചെയ്തിക്കണം. ഇത് അടിയിൽ ഇരുമ്പും മേലെ ടാറുമാണ് ഗൈസ്. ഇതിൻ്റെ അങ്ങോട്ട് ഏകദേശം 500 അടി താഴ്ചയാണ് അടിയിലോട്ടുള്ളത് ഗൈസ്. നല്ല കിട്ടില്ലൻ വെള്ളമാണ് പോകുന്നു. എൻ്റെ മോനെ വിഷയം. 500 അടി ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. പാറ, വലിയ വലിയ പാറകൾ നോക്കിയാണ് എന്ത് ഷെയ്പ്പാണ്. കിട്ടില്ല വലിയ പാറകൾ ഗൈസ്. ഇവിടെ ഇങ്ങനെ ഫുഡ് കോർട്ട് പോലെ സംഭവങ്ങളുണ്ട്. അധികവും അതിൻ്റെ ട്രാവലറും ബസ്സൊക്കെ വെച്ചിട്ടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നൈസ് പ്ലേസ് ഗൈസ്. ഈ പാറൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കി എന്ത് വലുപ്പമെന്നൊരു മോനെ. കിട്ടില്ല ഒഴിഞ്ഞ പ്രദേശം, ജാതി സീനറി. ഇവിടെ നമ്മൾ ഇവിടെ വിട്ട് പോവാണ് ഇനി അടുത്ത സ്ഥലത്തോട്ട്. ഇനി കുറേ സ്ഥലം നമുക്ക് കവർ ചെയ്യാണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാണ് ജാതി സ്ഥലം എന്ന് പറയാം. ഇവിടെ മഞ്ഞമല കിട്ടില്ല സ്ഥലം. അതുപോലെ നല്ല കിട്ടില്ല റൂട്ട്, നല്ല കിട്ടില്ല റൂട്ട്. നമ്മൾ ആ സീസണായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. ജാതി റൂട്ട് അറിയാം. കാണാൻ ഭയങ്കര രസമാണ്. പാട്ടൊക്കെ കേട്ടിങ്ങനെ പോവാം. ഒരേ വിഷയമുണ്ട്. ആ സീസൺ വലിയ കുറച്ച് പാടുപെടുന്നുണ്ട്. എത്ര ഇത് കൊടുത്തിട്ടും 30 എത്തണുള്ളൂ, 40 എത്തണുള്ളൂ. പിന്നെ ഈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്, ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അത്രയൊക്കെ കിട്ടുള്ളൂ. യെസ് ഗൈസ്, മുന്നോട്ട് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ വന്ന് മറ്റൊരു സ്ഥലത്തെത്തി. നിങ്ങൾ ഇത് കുറച്ച് വൈറലായിട്ടുള്ള ഒരു സ്ഥലം തോന്നുന്നു. നമ്മൾ കണ്ടുകാണാറില്ല, ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട്, സ്വർണ്ണ കളറിലുള്ള ബുദ്ധൻ്റെ പ്രതിമ. അത് കാണാനാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ ഉണ്ടാ പ്രതിമ. ഏതാ സ്ഥലം മക്കളെ? ചുണ്ട് പൊട്ടണം നല്ല രീതിക്ക്, നല്ല നീറുണ്ട്. ഗൈസ് ഈ ഫ്രെയിം നോക്കിയാണ് നിങ്ങൾക്ക് അത്രയും കാണില്ല. ഇത് കൂടെ വൈഡിലാണ്.
ബുദ്ധനും എന്തൊക്കെ എന്താ പറയുക, നല്ല നീല ആകാശം, കടുനീല, നല്ല കട്ടിയുള്ള മേഘങ്ങൾ, അവിടെ മഞ്ഞുമല, ഇവിടെ നിൽക്കുന്ന ആളുകൾ, സുവനീഴ്സ് വിൽക്കുന്നു. ഗൈസ്, അതാണ് കുറച്ച് ഫേമസ് ആയ ബുദ്ധൻ്റെ പ്രതിമ. നമ്മൾ വീട്ടിലൊക്കെ കണ്ടുകണമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 14,500 അടി ഉയരത്തിലാണ്, ഫീറ്റ് ഉയരത്തിലാണ് ഗൈസ്. നോക്കൂ, ഏറ്റവും ഏറ്റവും ഫ്രെയിമാണത്. എൻ്റെ മോനെ നെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അറിയില്ല ഗൈസ്. ഇവിടെ റേഞ്ചില്ല. സ്റ്റാച്യു ഓഫ് ലാങ്സ, 35 അടി നീളമുണ്ട് ഇതിന്, 35 ഫീറ്റ്. ഗൈസ്, ഇവർക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ. എന്താ വലിയ വലിയ ക്യാമറ ഒക്കെ പിടിച്ചാണ്ട്, ഒരാളെന്നെ 1-2 ക്യാമറ ഒക്കെ പിടിച്ചാണ്ടേ ഫോട്ടോ എടുക്കണം. പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇവരെ പാഷനൊക്കെ കിടന്നല്ലേ. ഗൈസ്, ഇവിടെ നൈറ്റ് മറ്റേ ആസ്ട്രോഗ്രാഫി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി നൈറ്റ് ആകുമ്പോൾ നല്ല ഗാലക്സി നക്ഷത്രമൊക്കെ കറക്റ്റ് നല്ല രസത്തിൽ കാണാൻ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അത് വെച്ച് നോക്കാനൊക്കെ പറ്റും. ഇതൊക്കെ നമ്മൾ റീല് കണ്ട് എന്നല്ലാതെ ഇപ്പോഴാണ്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പണ്ട് റീല് കണ്ട ഞാനിപ്പോൾ നേരിട്ട് വന്ന് കാണുന്നു. യെസ്, അതാണ് പറയാൻ വന്നത്, മാറിപ്പോയി. മൊത്തപ്പോൾ നമ്മൾ 14,500 ഫീറ്റ് ഉയരത്തിലാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കിതക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കടന്നാൽ തന്നെ ടയർഡാവും. നല്ലോണം ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല ചുറ്റി കണിപ്പിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ വർത്താനം പറയുമ്പോഴത്തേക്ക് കിതക്കണേ. അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, കോമിക് വില്ലേജ്. ഗൈസ്, എടാ എന്ത് രസമാണ് ഇവിടെ നടക്കാൻ. ഇങ്ങനെ ഇതേണ്ട, ഇത് എന്താ പറയുക, മൊണാസ്ട്രിയാണ്. നല്ല ചുവപ്പ് കളറിലുള്ള ഇവിടെ മൊണാസ്ട്രി. പക്ഷേ മൊണാസ്ട്രി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനുള്ളിലേക്ക് കയറ്റവും പ്രത്യേകിച്ച് കാര്യമില്ല. എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടുത്തെ വ്യൂ നോക്കിയാണെങ്കിൽ, ഓ മേ, അത് വ്യൂ ആണത്. അല്ലാ ഗൈസ്, നോക്കൂ. ഇവിടെ ഇങ്ങനെ പിന്നെ പേരപ്പെടുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും വന്നാണ് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആ മല ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. എന്തൊരു സമാധാനമാണ്. ഒരൊച്ചപ്പാടില്ല, ഒന്നുമില്ല. ഞാനൊരു 10 സെക്കൻഡ് മുണ്ടാൻ തരാം, എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഒച്ചപ്പാട് നോക്കിയേണ്ടി. കണ്ട കിളിയുടെ ഒച്ചപ്പാട്, പിന്നെ ഓരോ ഫ്ലാഗ് പാറുന്ന ഒച്ചപ്പാട്, അങ്ങനെ നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒച്ചപ്പാട് മാത്രമല്ലാതെ വേറൊരു എന്താ പറയുക ഒച്ചയൊന്നുമില്ല. നല്ല കിടിലൻ തണുപ്പ്, അതിന് പറ്റിയ ചൂടും, അങ്ങനെ എല്ലാ കൊണ്ടും പെർഫെക്റ്റ്. വേറെന്തോ മൈന് എന്താന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുക. ഓക്കെ, പോവാം. ഇവരവിടെ കാത്തുന്നുണ്ട്. ഗൈസ്, നമുക്ക് പോകാം. ഇനി നമുക്ക് പോകാനുള്ളത് ലാസ്റ്റ് വേൾഡിലാണോ ഇന്ത്യയിലാണോ അറിയില്ല, ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. എത്ര 14,000-15,000 അടി ഉയരത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ്.
നല്ല രസകരല്ലേ? യെസ് ഗൈസ്, ഇനി അങ്ങോട്ട് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റിലാണ് ഗൈസ്. ആൾട്ടിറ്റ്യൂഡ് 10,049 ഫീറ്റ്. കോപ്പറേറ്റ് അടിക്കും. ഒരു ചായ മേടിക്കട്ടെ ഗൈസ്. ഇതാകണോ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിച്ചിരിക്കണേ. 1983 ഉണ്ടാക്കിയിട്ടുണ്ട്. 2022 എനിക്കറിയില്ല. 2022 മരിച്ചു പോയോ? എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആൻഡ് ആൾട്ടിറ്റ്യൂഡ് 4650 മീറ്റർ, അതായത് 14,567 ഫീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. ഇതാ ഇവിടെ നമുക്കിങ്ങനെ സെൽഫി പോയിന്റ്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ദാറ്റ് ക്ലീശ സാധനം, ഐ ലവ് വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. ക്ലീശ ആണെങ്കിലും ഇത് കണ്ട എല്ലാവരും ഫോട്ടോ എടുക്കും, വേറെ കാര്യം രസമാണ്. അതിൻ്റെ വില്ലേജിൻ്റെ പേരാണ് ഹിക്കിം വില്ലേജ്, സ്പിറ്റി വാലി, ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിക്കിം വില്ലേജിൻ്റെ പേര് അതാണ്, ഹിക്കിം വില്ലേജ് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. വേൾഡിലാണ് ഗൈസ്, വേൾഡിലെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസാണ് ഗൈസ്. ഗൈസ് ഇത് വേണ്ട കുറേ ആൾക്കാർ ഫോട്ടോ അങ്ങനെ ഒട്ടിച്ചു ഇവിടെ. ഇന്ത്യ ഇല്ല, അല്ലെങ്കിൽ ഒഞ്ചു കൂടി ഒട്ടിച്ചിരിക്കാൻ ഇവിടെ. ഇത് കാരക്കാവോ? മറ്റേ പ്രതികളൊക്കെ പോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ. ഇതാണ് ഗൈസ് വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഗൈസ്. മൂഞ്ചി ഗൈസ്. ഒന്നാമത് ഇതിൻ്റെ ടൈമിങ് 10:01, 2:04 ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. തോന്നി നേരം വൈകിട്ടുണ്ടാവുമെന്ന്. ഇവിടെ വരെ വന്നല്ലേ, പെരീക്കൊരു കത്തൊക്കെ അയക്കേനു. ഇനിയിപ്പോൾ പറ്റില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ പോവുകയായി. കത്തയക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പോട്ടെ, അടുത്ത പ്രാവശ്യം വരാം. ഇതൊക്കെ നമ്മളിപ്പോൾ മിനി ഊട്ടി പോകണ പോലെ ആയിക്കണം. ഇപ്പോൾ മിനി ഊട്ടി 2 വട്ടം പറ്റുള്ളൂ. ചുണ്ടൊക്കെ പൊട്ടിക്കൊണ്ട് ഭയങ്കര ഇടങ്ങാറ്. മുഖമൊക്കെ ആകെ പോയി കിടക്കാണ്. വന്ന വർക്ക് ക്ഷീണം, ചുണ്ട് പൊട്ടി, അത് പൊട്ടി, ഇത് പൊട്ടി, തണുപ്പ്, മുടി ഒക്കെ സീനാ. പക്ഷേ യാത്ര അത് നേക്കാണ്ട. അങ്ങനെ ഗായ്സ്, ഇനി നമ്മൾ നേരെ നമ്മുടെ ഇവിടെയൊക്കെ പോവുകയാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് പോവുകയാണ്. നാളെ നമ്മളിനി കാസ് വിടും. കാസ് വിട്ട് നാളെ ആദ്യം പാസ് കയറാൻ പോവുകയാണ്. അവിടെ ആദ്യ പാസ് നാളെ കയറാൻ പറ്റുമോ അറിയില്ല, കുറച്ച് പോകാണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, വീഡിയോസിൻ്റെ കാര്യങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, പീസ്.